അപ്പൊ ഞാൻ വിയറ്റ്നാമിലുള്ള എന്റെ ഹോട്ടലിൽ നിന്ന് ഇപ്പൊ ഒരു വൈകുന്നേരം ഒരു 5:30 അപ്പൊ 5:30 ആയപ്പോ ഞാൻ അതൊക്കെ പുറത്തോട്ടൊന്ന് ഇറങ്ങാനുണ്ട്. വന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പുറത്തോട്ടൊന്ന് ഇറങ്ങണം. ഇനിയും അല്പം ഇവിടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോയി കറൻസി ഒക്കെ ചെയ്യണം. അപ്പൊ 1000 നമ്മുടെ ഇന്ത്യയിലെ രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ 3 ലക്ഷം വിയറ്റ്നാമി ഡോളറാണ്. BND, അതായത് വിയറ്റ്നാമി ഡോളർ എന്നാണ് ഇതിന്റെ പേര്. 1000 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ 3 ലക്ഷം BNDക്ക് അടുത്താണ്. അപ്പം നമ്മൾ വിയറ്റ്നാമിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ മറ്റു പല സ്ഥലങ്ങളിലും കറൻസി എക്സ്ചേഞ്ച് സെന്ററുകളുണ്ട്. അപ്പം നേരിയ വ്യത്യാസങ്ങൾ പലയിടത്തും ഉണ്ട്. അപ്പൊ ഇച്ചിരി അവരുടെ കമ്മീഷനും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് പിക്ക് പോക്കറ്റിങ്ങും അല്ലെങ്കിൽ മോഷണവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതുകൂടാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ടാക്സികളോ ഇനിയും ടൂ വീലർ തന്നെ ഓല പോലെ ഇങ്ങനെ ഊബർ പോലുള്ള ആപ്സുകളുണ്ട്. ഇവിടെ ഹോട്ടലിൽ ചോദിച്ചാൽ അതിന്റെ ഇൻഫർമേഷൻ എല്ലാം തരും. അങ്ങനെയുള്ളതും മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ പലരും നമ്മളെ കൈ കാണിച്ച് നമ്മുടെ അടുത്ത് കൊണ്ട് വണ്ടിയൊക്കെ നിർത്തും. അവരിലൊന്നും നമ്മൾ കയറരുത്. അപ്പം നമ്മൾക്ക് എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സൈറ്റ് സീയിങ് ആണെങ്കിലും എന്താണെങ്കിലും ഹോട്ടലുകാർ നമുക്ക് വേണേൽ ടാക്സി അറേഞ്ച് ചെയ്യും. അപ്പൊ ഞാൻ ഈ ഹോട്ടലുകാരുടെ ടാക്സി 1-2 തവണ ഉപയോഗിച്ചിരുന്നു. കാര്യം എനിക്ക് എയർപോർട്ടിൽ പോകാനും 1-2 മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും. അപ്പം വളരെ ജെനുവിനായിട്ടുള്ള അതാണ്. അവരുടെ സ്റ്റാൻഡേർഡ് ചാർജും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അത് വളരെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉള്ള ഒരു യാത്രയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയതിനു ശേഷം നമുക്ക് പതുക്കെ ഇന്നത്തെ ഒരു ചെറിയൊരു ഇവിടെ ഒരു നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങോട്ടേക്കൊന്ന് പോവാം. അപ്പൊ ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ നൈറ്റ് ക്ലബ് ഒക്കെ ഇരിക്കുന്ന ഒരു ബ്യൂമിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ സ്ട്രീറ്റ് ആണ് മെയിനായിട്ടും ഈ ടൂറിസ്റ്റുകളുടെ ഒരു അട്രാക്ഷൻ. രാത്രി സമയത്തെ അട്രാക്ഷൻ. ഓപ്പൺ റെസ്റ്റോറന്റുകളും ഓപ്പൺ ഹോട്ടലുകളും ഇവിടെ നൈറ്റ് ക്ലബും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ സ്ട്രീറ്റിന്റെ ഒരു കാഴ്ച ഒന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം സൈഗോൺ സിറ്റിയിലുള്ള ഈ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ വന്നപ്പോൾ ഇവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ഉണ്ട്. എന്തായാലും ഇവിടെ സീ ഫുഡുകളൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു കൊതി തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കൊഞ്ച് ലാർജ് നമ്മുടെ ഒരു ഇച്ചിരി വലിപ്പമുള്ള കൊഞ്ച് 6 പീസാണത്. അത് ഇവിടുത്തെ ഒരു 2 ലക്ഷം ഡോളറാണ്. 2 ലക്ഷം BND ആണ് അതിന്റെ വില. നമ്മുടെ നാട്ടിലെ ഒരു 700 രൂപയോളം വരും. അത് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ടേസ്റ്റ് ഒന്ന് നോക്കാം.
ഈ വിയറ്റ്നാമിൽ കൊച്ചിൻ സിറ്റി അല്ലെ സൈഗോൺ സിറ്റിയിലുള്ള ഈ നൈറ്റ് സ്ട്രീറ്റ് ഒരു ലൈഫ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം എനിക്ക് ഇപ്പം ഹോട്ടലിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. എന്തുകൊണ്ടെന്നാൽ എനിക്ക് നാളെ ഒരു സിറ്റി ടൂറിന് പോകണം. അപ്പൊ ആ സിറ്റി ടൂറിന്റെ കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് കൂടെ ഒക്കെ എന്തായാലും ഇവിടെ വന്നതല്ലേ, അപ്പൊ അതൊക്കെ ഇന്ന് കാണാം. അപ്പൊ ഇവിടെ ഞാൻ ഈ സൈഗോൺ സിറ്റിയിൽ വന്നതിന്റെ തന്നെ ഉദ്ദേശം ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതികൾ കാണുക, കഴിവതും പറ്റുന്നിടത്തെല്ലാം നടന്നു പോവുക, സ്ട്രീറ്റുകളൊക്കെ ഒന്ന് കാണുക, എന്താണ് ഇവിടുത്തെ ആ ഒരു ബിസിനസ് കാര്യങ്ങളും ചെറിയ ചെറിയ കടകളും. അപ്പൊ എനിക്കിപ്പോ ഇവിടെ വന്നതിന് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പെൺകുട്ടികളാണ് അല്ലെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കായി മുന്നിട്ട് ഓരോ കാര്യങ്ങൾക്കും നിൽക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചറോ റിസോഴ്സസോ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇവര് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൂറിസ്റ്റുകളെ ഈ വരുന്നതും അവരെ എന്റർടൈൻ ചെയ്യിക്കുക, അല്ലെ അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വിൽക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നടന്നു കണ്ട ബിസിനസ്സുകളെല്ലാം ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ, വൻകിട കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഇതെല്ലാം ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിയുള്ള ഒരു ബിസിനസ്സുകളാണ്, അല്ലെ ഒരു ജീവിത ശൈലിയാണ് ഇവിടെ ഉള്ളത്. അതല്ലാതെ ഇവിടുത്തെ ഈ ഒരു വിയറ്റ്നാമിലെ ആൾക്കാർ അങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമൊന്നുമല്ല, ഒരുപാട് സമ്പന്നരൊന്നുമല്ല. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും നാളെ നമുക്ക് വിയറ്റ്നാമിലെ ഈ ഒരു സൈറ്റ് സീയിങ് ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്യാം. അപ്പൊ ആ സൈറ്റ് സീയിങ് ട്രിപ്പിൽ പല കാര്യങ്ങളും കാണാൻ പറ്റും. ഞാൻ കാണുന്ന കാര്യങ്ങൾ എന്റെ വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ ലക്ഷ്യം. എനിക്ക് ഈ വീഡിയോകൾ ചെയ്യുന്നതിന് ഒരുപാട് സമയം ചെലവാകുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാണുന്ന കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ അറിയാവുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് എന്റെ ലക്ഷ്യം. അപ്പം see you tomorrow.